നമ്മുടെ ജീവിതത്തിലെ മരണം എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് അല്ലേ? നമ്മൾ തീരെ പിടിച്ച് മനസ്സൊക്കെ തകർന്നു പോകുന്ന സ്ഥലത്ത് മരണം നമ്മൾ ആഗ്രഹിച്ചു പോകും. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? അപ്പോഴേ പെട്ടെന്ന് മരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ വിഷം കഴിച്ചാൽ മരിക്കും. പക്ഷേ ഇഞ്ചിഞ്ചായി മരിക്കണം എന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഒരു കല്യാണം കഴിക്കുക. പെൺകുട്ടികളെ സംബന്ധിച്ച് ഇഞ്ചിഞ്ചായിട്ട് മരിക്കണമെന്നുണ്ടെങ്കിൽ ഒരു കല്യാണം കഴിക്കുക. തീർന്നില്ലേ? ആ കല്യാണം കഴിക്കുന്നതിൽ കൂടി എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട്. ഇഞ്ചിഞ്ചായിട്ട് അവർ കൊല്ലും. ശരിയല്ലേ? അപ്പോൾ ഏത് മരണം തിരഞ്ഞെടുക്കണം ജീവിതത്തിൽ? നിങ്ങൾ തീരുമാനിക്കുക. ഞാൻ തീരുമാനിക്കും ആദ്യത്തേത്. എന്തിനാ ഇഞ്ചിഞ്ചായി മരിക്കണേ? ഇഞ്ചിഞ്ചായി മരിക്കാൻ മറ്റൊരാൾക്ക് ഉണ്ടോ? വേണ്ട. അല്ലെങ്കിൽ അത് നമ്മളെ വീട്ടുകാർ തന്നെ നമ്മളങ്ങനെ ഇഞ്ചിഞ്ചായിട്ട് കൊല്ലട്ടെ. എന്നാലും സാരമില്ല. മൂന്നാമതൊരാൾക്ക് വിട്ടുകൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. കല്യാണം കഴിച്ച് അവിടെ അവർ ഭർത്താവിൻ്റെ വീട്ടുകാർ വിട്ടുകൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. വേണോ? വേണ്ട അല്ലേ? അപ്പോൾ രണ്ടിലേത് നിങ്ങൾ തിരഞ്ഞെടുക്കും? വേഗത്തിൽ മരിക്കണോ? ഇഞ്ചിഞ്ചായി മരിക്കണോ? ഇഞ്ചിഞ്ചായി മരിക്കണമെങ്കിൽ വേഗം പോയി കല്യാണം കഴിക്കൂ. ഒരു വൻതുക സ്ത്രീധനവും ഓഫർ ചെയ്യൂ. കിട്ടാതെ വരുമ്പോൾ അവർ ശരിയാക്കിക്കോളും. ഓരോരോ ഡിമാൻഡ് പറഞ്ഞ് ശരിയാക്കിക്കോളും. എന്നാൽ ശരി, ഇന്നത്തെ ഒരു ദിവസം ഇന്നിതേ ചെയ്യാൻ കഴിഞ്ഞുള്ളൂ. ഇന്നും ഒരു ഹോസ്പിറ്റൽ കേസുമായിട്ട് പോകേണ്ടി വന്നു. പോയിട്ട് ഇപ്പോൾ ലേറ്റായിപ്പോയി. അത് കാരണമാണ് ഈ വീഡിയോ കൊണ്ട് നിർത്തുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് പിന്നാലെ കാണാം. ബായ്. ശുഭദിനം, ശുഭരാത്രി. നാളെ ഒരു നല്ല ദിനമാകട്ടെ എല്ലാവർക്കും. സുഖനിദ്ര. സുന്ദരമായ സ്വപ്നങ്ങൾ കണ്ട് എല്ലാവരും ഉറങ്ങും. ഞാൻ പറഞ്ഞ കാര്യം ചിന്തിക്കുകയും എന്താ വേണ്ടത് തീരുമാനിക്കുകയും ചെയ്യുക കുട്ടികളെ, പെൺകുട്ടികളെ കേട്ടോ. ഒരമ്മയായ ഞാൻ നീ പറയുന്നത് ഓക്കെ. ഇന്നത്തെ കാലം ഇതാണെന്നല്ല, അതും തോന്നി. അതാണ് ഓക്കെ. കല്യാണം കഴിക്കാതിരിക്കുക മക്കളെ. കല്യാണം കഴിക്കാതിരിക്കുക. ബൈ.